ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളെ തന്നെ ഒന്നുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഉള്ളതായ ദിനങ്ങൾ. ഇന്നത്തെ നമ്മുടെ ചെറിയ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. Gospel according to Saint Matthew chapter 22 verse 37. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. വലിയ നോമ്പ് ആത്മപരിശോധനയുടെ കാലമാണ്. ഈ കാലം നമ്മെ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ പുതുക്കുവാനായിട്ട് വിളിക്കുന്നതായ സമയങ്ങളാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ മുൻപിൽ മറ്റ് കാര്യങ്ങൾക്കാണ് പ്രാധാന്യം ലഭിക്കുന്നത്. നമ്മുടെ ജോലികൾ, നമ്മുടെ ആശങ്കകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ നേട്ടങ്ങൾ, ഇവയ്ക്ക് നാം പ്രാധാന്യം കൽപ്പിക്കുന്നു. എന്നാൽ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവസ്നേഹമാണ് എല്ലാ ആത്മീയ ജീവിതത്തിൻ്റെയും അടിസ്ഥാനമെന്ന്. ദൈവത്തെ സ്നേഹിക്കുന്നത് വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രകടമാകേണ്ടതാണ്. പ്രിയരെ, നമ്മുടെ ചിന്തകളും നമ്മുടെ തീരുമാനങ്ങളിലും നമ്മുടെ പ്രവൃത്തികളിലും ദൈവത്തിൻ്റെ ഇഷ്ടം നാം അന്വേഷിക്കുമ്പോൾ നാം യഥാർത്ഥമായി നോമ്പിൻ്റെ അർത്ഥം അനുഭവിക്കുന്നു. വലിയ നോമ്പ് നമ്മെ ചോദ്യം ചെയ്യുകയാണ്. എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമുണ്ടോ? ഇന്ന് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ മുൻപാകെ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ മുൻപിൽ നാം സമർപ്പിക്കുമ്പോൾ പഴയ ശീലങ്ങളും ആത്മീയമായ മന്ദതയും വിട്ടിട്ട് ദൈവത്തോടുള്ള അടുപ്പത്തിലേക്ക് നീങ്ങുവാൻ നമുക്ക് സാധിക്കും. ദൈവസ്നേഹത്തിൽ പുതുക്കപ്പെട്ട ഹൃദയം മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, എൻ്റെ ഹൃദയം ശുദ്ധീകരിച്ച് നിന്നെ സ്നേഹിക്കുന്ന ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എൻ്റെ ജീവിതത്തിൽ നിനക്ക് ഒന്നാം സ്ഥാനം നൽകുവാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ, ജോയൽ അച്ഛൻ.